കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 26 ബുധനാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ യുവജന ദിനത്തോടനുബന്ധിച്ച് യുവജനകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന 25 യുവാക്കളെ ആദരിച്ചു. പരിപാടിയിൽ മാനുഷിക കാര്യങ്ങൾക്കും യുവജന കാര്യങ്ങൾക്കുമുള്ള ഹമ്മദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ ഹമ്മദ് ആൽ ഖലീഫ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. യുവാക്കളുടെ ഉന്നമനത്തിനായുള്ള രാജാവ് ഹമ്മദ് ബിൻ ഈസ ആൽ ഖലീഫയുടെ പിന്തുണയും പ്രതിബദ്ധതയും ഷെയ്ഖ് നാസർ അറിയിച്ചു. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, മറ്റ് പ്രഗത്ഭരായ യുവാക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു. യുവതിയുവാക്കളായ 25 സന്നദ്ധ പ്രവർത്തകർക്കാണ് അവാർഡ് നൽകിയത്. കൂടാതെ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സ്റ്റാമ്പ് ഡിസൈനിംഗ് മത്സരത്തിലെ വിജയികളെയും ഷെയ്ഖ് നാസർ ആദരിച്ചു. ബഹ്റിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംയുക്ത ദൗത്യസേന അറേബ്യൻ കടലിൽ നിന്ന് 260 കിലോഗ്രാം മയക്കുമരുന്ന് പിടികൂടി. US കോസ്റ്റ് ഗാർഡ് ഫാസ്റ്റ് റെസ്പോൺസ് ഖട്ടർ സേനയാണ് പരിശോധനയ്ക്കിടെ ഒരു കപ്പലിൽ നിന്ന് 200 കിലോ മെത്താംഫെറ്റാമിനും 60 കിലോ ഹെറോയിനും പിടിച്ചെടുത്തത്. കഴിഞ്ഞ മാസം CTF 115ന്റെ നേതൃത്വത്തിൽ അറേബ്യൻ കടലിൽ നിന്ന് 2400 കിലോ മയക്കുമരുന്ന് പിടികൂടിയിരുന്നു. 34 രാജ്യങ്ങളുടെ സഖ്യമായ സംയുക്ത മാരിടൈം ഫോഴ്സസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബഹുരാഷ്ട്രീയ സഖ്യനാവിക ടാസ്ക് ഫോഴ്സാണ് CTF 150. ന്യൂസിലൻഡിനാണ് നിലവിൽ ഇതിന്റെ കമാൻഡർ സ്ഥാനം. കഴിഞ്ഞ ജനുവരിയിലാണ് പാകിസ്ഥാനിൽ നിന്ന് CTFന്റെ നേതൃസ്ഥാനം ന്യൂസിലൻഡ് ഏറ്റെടുത്തത്. സമുദ്ര സുരക്ഷാ ഓപ്പറേഷനുകൾ നടത്തുക, ഭീകരപ്രവർത്തനങ്ങളെയും അനുബന്ധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കുക എന്നതാണ് CTF 150ന്റെ പ്രധാന ദൗത്യം. ബഹ്റൈൻ ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റ് നടത്തിയ പ്രത്യേക അന്വേഷണത്തിൽ വ്യത്യസ്ത കേസുകളിലായി ഒരു സ്ത്രീ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റ് ചെയ്തു. 28,000 ദിനാറിലധികം വിലമതിക്കുന്ന 3 കിലോ മയക്കുമരുന്ന്, സൈക്കോട്രോപിക് വസ്തുക്കൾ എന്നിവ പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തു. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞാണ് അറസ്റ്റ് ചെയ്തത്. ഇസ ടൗണിൽ നിർമ്മിക്കുന്ന പുതിയ വാണിജ്യ കേന്ദ്ര പദ്ധതിയുടെ നിർമ്മാണ സ്ഥലം മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രി വയീൽ ബിൻ നാസർ അൽ മുബാറക് സന്ദർശിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വാണിജ്യ കേന്ദ്രം ഇസ ടൗണിന് പുതിയ മുഖം നൽകും. അവശ്യ സാധനങ്ങളും സേവനങ്ങളും ഒരിടത്ത് ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യവും മത്സ്യം, മാംസം, കോഴി എന്നിവയ്ക്കായി പ്രത്യേക സ്ഥലങ്ങളും ഉണ്ടായിരിക്കും. പ്രാദേശിക മുൻഗണനകൾക്ക് അനുസൃതമായി സദേൺ മുനിസിപ്പൽ കൗൺസിലുമായി ഏകോപിപ്പിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചത്. 2.4 ദശലക്ഷം ബഹ്റൈൻ ഡോളർ നിക്ഷേപത്തിൽ 6,765 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പ്ലോട്ടിൽ റമേസ് ഗ്രൂപ്പാണ് സമുച്ചയം നിർമ്മിക്കുന്നത്. മുനിസിപ്പൽ കാര്യ കൃഷി അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ, സദേൺ മുനിസിപ്പൽ കൗൺസിൽ മേധാവി അബ്ദുള്ള ഇബ്രാഹിം അബ്ദുൽ ലത്തീഫ്, മന്ത്രാലയത്തിലെ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. ബഹ്റിനിൽ നിന്നുള്ള 100-ൽ പരം കലാകാരന്മാർ ചേർന്നൊരുക്കിയ ആന്തോളജി സിനിമയായ ഷെൽട്ടർ ഏപ്രിൽ 10 മുതൽ ദാനാമാളിലുള്ള എപ്പിക് സിനിമാസിൽ പ്രദർശിപ്പിക്കുമെന്ന് പിന്നണി പ്രവർത്തകർ അറിയിച്ചു. പൂർണ്ണമായും ബഹ്റിനിൽ ചിത്രീകരിച്ച ഈ സിനിമ BMCയുടെ നേതൃത്വത്തിൽ എടത്തൊടി ഫിലിംസാണ് തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. 4 ചെറു സിനിമകൾ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഷെൽട്ടറിൽ 3 സിനിമകളുടെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് പ്രശസ്ത സിനിമാ നടിയും എഴുത്തുകാരിയുമായ ജയ മേനോനാണ്. കൂടാതെ സ്റ്റേൽമേറ്റ് എന്ന സിനിമയും അവർ തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഫേസസ് ഇൻ ഫേസസ് എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രകാശ് വടകരയും ലോക്ക്ഡ് എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രശോഭ് മേനോനും ദി ലാസ്റ്റ് ലാം എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സൗരവ് ആപ്പിളുമാണ്. ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജയ മേനോൻ, പ്രകാശ് വടകര, ഫ്രാൻസിസ് കൈതാരത്ത്, എടത്തൊടി ഭാസ്കരൻ, മറ്റ് അണിയറ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
സോഷ്യൽ അസോസിയേഷൻ റിഫ ഏരിയയിലും മനാമ ഏരിയയിലും സൗഹൃദ ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. റിഫ ഏരിയയിൽ നടന്ന സംഗമത്തിൽ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ജമാൽ ഇരിങ്ങൽ റമദാൻ സന്ദേശം നൽകി. റിഫ ഏരിയ പ്രസിഡന്റ് മൂസ കെ ഹസൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് റഫീഖ് അഹമ്മദ് സ്വാഗതവും ബുഷ്ര റഹീം നന്ദിയും പറഞ്ഞു. അബ്ദുൽ ഹഖ്, നജാഹ്, ഉബൈസ്, സുഹൈൽ, സാബിർ, ബഷീർ, മഹമ്മൂദ്, അഷ്റഫ് അലി, സിറാജ് കിഴുപള്ളിക്കര തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മനാമ ഏരിയയിൽ നടന്ന പരിപാടിയിൽ ഏരിയ വൈസ് പ്രസിഡന്റ് AM ഷാനവാസ് റമദാൻ സന്ദേശം നൽകി. ഷഹീന നൌമലിന്റെ പ്രാർത്ഥനാ ഗീതത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഫാറൂഖ് VP സ്വാഗതവും സജീബ് നന്ദിയും പറഞ്ഞു. ബഹ്റിൻ വളാഞ്ചേരി അസോസിയേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഔദ്യോഗിക ചടങ്ങ് സാമൂഹ്യ പ്രവർത്തകൻ ചെമ്പൻ ജലാൽ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സെക്രട്ടറി പ്രവീൺ മേൽപ്പത്തൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് മുനീർ ഒറവക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത വാഗ്മി അബ്ദുറഹീം സഖാഫി റമദാൻ സന്ദേശം നൽകി. ഉംറ ഗ്രൂപ്പ് അമീർ ഹാഫിസ് സലാം നദ്വി പ്രഭാഷണം നടത്തി. നാസർ മഞ്ചേരി, ഉമ്മർ ഹാജി ചെനാടൻ, റഹീം ആദവനാട്, അഹമ്മദ് കുട്ടി വാഹിദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കരീം മോൻ, റിഷാദ്, മുഹമ്മദ് അലി, വിളിയം, ബിലാൽ, ഹമീദ്, കരീം മാവണ്ടിയൂർ, റിയാസ്, ഫസൽ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. കായംകുളം പ്രവാസി കൂട്ടായ്മ ബഹ്റിൻ BDK ബഹ്റിനുമായി ചേർന്ന് മൂന്നാമത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നാളെ രാത്രി 8 മണി മുതൽ രാത്രി 12 വരെ അവാലി MKCC ഹോസ്പിറ്റലിൽ വച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 38424533 അല്ലെങ്കിൽ 39384959 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. സീറോ മലബാർ സൊസൈറ്റിയുടെ ലേഡീസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് 28 വെള്ളിയാഴ്ച സൽമാനിയ സിംസ് ആസ്ഥാനത്ത് വച്ച് കിംസ് ഹെൽത്തുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ക്രിയാറ്റിൻ, SGPT, ടോട്ടൽ കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് തുടങ്ങിയ പരിശോധനകളും ക്യാമ്പിലൂടെ നൽകും. രാവിലെ 8 മണി മുതൽ 12 മണി വരെ നടക്കുന്ന ക്യാമ്പിനോടനുബന്ധിച്ച് ഡോക്ടർ കൃഷ്ണപ്രിയ ലീലയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനകളും നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 39798776 അല്ലെങ്കിൽ 39262046 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.